9 മണിയാ. അയ്യോ എന്റെ മീറ്റിംഗ്. ഇവിടെ ഞാനിന്ന് എടീ മീനാക്ഷി, എന്താ ഇന്നലെ നേരത്തെ കിടക്കാൻ പോകുന്നതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിന്റെ അടുത്ത്? ആ പാത്രം മുഴുവൻ കഴുകി വെക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ ഞാൻ സിംഗിൾ കണ്ടേ? ഞാനിപ്പോ കഴുകി വെച്ചത്. അതല്ല, വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നാ? പറഞ്ഞിരുന്നോ? മീനു 7:30 എന്നെ വിളിക്കണേ, ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. അത് ധൈര്യമായിട്ട് കിടന്നുറങ്ങിയെങ്കിൽ ഞാൻ 7:30 വിളിച്ചിരിക്കും. രാവിലെ വിളിക്കാൻ പറഞ്ഞിട്ടല്ല, രാവിലെ അപ്പം ചുട്ട് കളിക്കുന്നതിനെ പറ്റി ഒരു അടി തന്നെ ഉണ്ടല്ലോ. ഞാൻ രാവിലെ 7 മണി തൊട്ട് അവിന്ന് വിളിച്ചോണ്ടിരിക്കാണ്. ഞാൻ രാവിലെ വിളിച്ചു, നീ എഴുന്നേക്കാണ്ട് ഞാൻ ലക്കീനെ വിട്ട് തന്നെ വിളിച്ചു. പിന്നെ രാവിലെ 10 പ്രാവശ്യമെങ്കിലും ഞാൻ ഇവള് മാറി മാറി കുലുക്കി കുലുക്കി തന്നെ വിളിക്കായിരുന്നു. എന്തോ നിങ്ങൾ എന്തിനാ 7 മണിക്ക് വിളിച്ചു? ഞാൻ 8 മണിക്ക് വിളിക്കാനല്ല പറഞ്ഞു. കണ്ട ലക്കി, നല്ലൊരു ദിവസമല്ലേ, 1 മണിക്കൂർ മുന്നെങ്കിലും നേരത്തെ വിളിപ്പിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിപ്പിച്ച് ഓഫീസിലുണ്ടെന്ന് വിചാരിച്ചപ്പോ ഞാനിപ്പോ ആരായി? എനിക്ക് എന്തോ സംശയമുണ്ട്. ഞാനങ്ങനെ ബോധമില്ലാണ്ട് ഉറങ്ങുന്ന ആളൊന്നുമല്ല. എന്നവിടെ കാണട്ടെ, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ എവിടെ? പിന്നെ എത്ര വിളിച്ചിട്ട് എഴുന്നേക്കാണ്ട് ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് അർണോളിന് കൊടുക്കും. ആർക്ക്? നല്ല ബ്രെഡ് ഓംലെറ്റ് ആയിരുന്നു. നോക്ക്, അർണോൾഡ് കഴിച്ചിട്ട് അതിന്റെ വക്ക് മാത്രം ബാക്കി വെച്ചിട്ടുണ്ട്. അർണോൾഡിന് വക്ക് ഇഷ്ടല്ല, തൊണ്ടേ കുടുങ്ങുത്ര. എന്തായാലും 9 മണി ആയിട്ടുള്ളൂ. നീ വേഗം പോയി കുളിച്ചിട്ടാ, ഞാൻ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആക്കി തരാം. എനിക്കൊന്നും വേണ്ട. വിശ്വസിക്കുന്നുണ്ട്. എടി ഭയങ്കര, നീ കക്കാനും നിക്കാനൊക്കെ പഠിച്ചൂലേ? ഞാനോ? ഞാൻ പാവം, എന്താ കുട്ടി പറയണേ? മക്കളെ, ഇത്രയും കാലം പുറകിൽ ചട്ടിയിലിരിക്കേണ്ടി വന്നു അറിയാം. നാളെ പണിയെടുക്കാൻ പറ്റിയ ഒരാളെ കിട്ടിയത് നമുക്കൊരു ഉഷാറാക്കാം. ഇത് ഞാനാ. എന്താണോ വെച്ച് മാങ്ങയൊക്കെ വെച്ചെറിയുന്നത്? ഒരു കൊതി മാങ്ങ വെച്ചെറിയാനാ? അതല്ല, കൊറേ കാലായി മാവില് കയറി ഒരു മാങ്ങയൊക്കെ പറിച്ചു നിന്നിട്ട്. ആണല്ലേ? ഈ മാവപ്പളം ഇവിടെ തന്നെ ഉണ്ടാവും. കൊതി തോന്നുമ്പോ വന്ന് കയറിക്കോ. ഗേറ്റ് പൂട്ടാറില്ല. പിന്നെ രാത്രി ഒന്നും വന്ന് കയറരുത്. വല്ല കള്ളനാണെന്ന് കയറി ചിലപ്പോൾ മച്ചുവിനെ നമ്മൾ തന്നെ തല്ലിക്കൊല്ലും. പിന്നെ ഇവിടെ കുഴിച്ചിടാൻ പണി നടക്കുന്ന പോലീസ് സ്റ്റേഷനൊന്നുമില്ല. വല്ല വാഴയുടെ അടിയിലൊക്കെ വെട്ടിക്കൂട്ടേണ്ടി വരും. DAക്ക് ഭയങ്കര കോമഡിയാണല്ല. മച്ചുതേ ഇങ്ങോട്ട് നോക്കിയ കുഴിയെടുത്താ? കൊള്ളാലോ. കുഴി കുഴി ആരാ? നട്ടല്ലേ? കുഴിലേക്ക് വെച്ച് കുഴിലേക്ക് ഞാൻ ഇതിനകത്ത് കയറിയിരിക്കാം. എന്നെ ഒന്ന് മൂടി തരും. പിന്നെന്താ? മൂടി തരും. മീനു, ഇതുകൊണ്ട് വെച്ചിട്ടാ അവി കുളിക്കാൻ കയറിയത്. അവനെന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു അല്ലേ, അതുകൊണ്ട് ഞാൻ തേച്ചു. എന്റെ ചേട്ടനോടത്തെ പണി മൊത്തം ചെയ്താലുണ്ടല്ലോ, ഇവന്മാര് ചേട്ടനോട് പിടിച്ചു നിർത്തും. ഇവിടത്തെ ടീംസിന് ചേട്ടന് അറിയില്ലട്ടാ. അത് സാരില്ല. ഇതൊക്കെ അവി ചെയ്യേണ്ടതാ ചേട്ടാ. ചേട്ടനല്ല വട്ടുണ്ടാ. എന്തായാലും ഇവിടെ വെച്ചോ. ശരി. ഞാൻ ഇവിടെ തേക്കാൻ വെച്ചിരുന്ന ഡ്രസ് അവിടെ. മീനു, താങ്ക് യു. ഡ്രസ് എനിക്കറിയാം നീ രാവിലെ വിളിച്ചിട്ടുണ്ടാവുന്നു. ചില സമയത്ത് ഞാൻ ഉറങ്ങി ഇങ്ങനെയാണ്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പോയിട്ട് വരട്ടെ. വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണം. ഞാൻ ആലോചിച്ചിട്ട് വിളിച്ചു. മച്ചു.
ഒരു മീറ്റിംഗ് ഉണ്ട് കൂടിയൊന്ന് 1 മണിക്കൂർ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. മച്ചു പോരുത്തിട്ടാ. ആ, ഇന്നലത്തെ ഗെയിമിന്റെ ബാക്കിയുള്ളതാണ്, മറക്കണ്ട. ആ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം പോലെയാണ്. ഓക്കെ നോർമൽ ആഡ്സിന്റെ അതേ കൺസെപ്റ്റ് പിടിക്കണ്ട. ഫൈൻ. ലൈക്ക് എന്റെ ഒരു ഐഡിയ പറയാം, ഓക്കെ. അതിന്റെ ബെറ്റർ വേർഷൻ അവിനാശിന് മനസ്സിൽ കാണാൻ പറ്റും. ആ ഈ ഗുഡ്നസ് എന്ന ടോപ്പിക് എടുത്ത് ചെയ്തിരിക്കുന്ന കുറെ ഏഷ്യൻ ആഡ്സ് ഉണ്ട്. ഓക്കെ. കണ്ട ഒരു ചെറിയ സിനിമ പോലെ ഇരിക്കും. ആ നമ്മൾ അതൊക്കെ ഒരുപാട് പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പുള്ളി ഇങ്ങനെ ഓഫീസിൽ പോകുന്നതും ആ സമയത്ത് ഒരു അമ്മയെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നതും ലാസ്റ്റ് ആ കുട്ടി സ്കൂളിൽ പോകുന്നത് പുള്ളി കാണുന്നതും അങ്ങനെ വീഡിയോ അല്ലേ? എക്സാക്ട്ലി. ആ ഓക്കെ. ഇതേപോലെ ഒരു ഐറ്റം, ഫൈൻ. ഒരു വളരെ ചെറിയ ഷോർട്ട് ഫിലിം പോലെ. ഓക്കെ. അപ്പോൾ ബേസിക്കലി ഒരു 2-3 minutes ഉള്ള ഒരു വെബ് ആഡ്. അതെ, ഓക്കെ. അതിൽ കൂടുതൽ ആളുകൾ സ്കിപ്പ് അടിക്കും. ആ യെസ്. അപ്പൊ എങ്ങനെയാ, നന്മയുള്ള എന്തെങ്കിലും ടോപ്പിക്കുകൾ കയ്യിലുണ്ടോ? അതേ ഉള്ളൂ. നന്മയ്ക്ക് നമ്മുടെ കയ്യിൽ ഒരു കുറവുമില്ല.